എൻ്റെ കയ്യിലുള്ളത് ഈ പുസ്തകമാണ്. ആദം നീ എവിടെയാകുന്നു? പുസ്തകം എഴുതിയത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആയ വി.ഡി. സതീശൻ. പുസ്തകം ഇറങ്ങിയിട്ട് 1 മാസമേ ആകുന്നുള്ളൂ. 2023 ജനുവരി 18 കുമ്പനാട്ട് നടത്തിയ ഒരു കൺവെൻഷനിൽ, അത് പെന്തക്കോസ് ദൈവസഭ എല്ലാ വർഷവും നടത്തുന്ന കൺവെൻഷനിൽ നിന്റെ രാജ്യം വരയണമേ എന്ന വിഷയത്തെ ആസ്പദമാക്കി വി.ഡി. സതീശൻ നടത്തിയ പ്രഭാഷണം മുതൽ വിവിധ ക്രൈസ്തവ സഭകളുടെ യോഗങ്ങളിൽ അദ്ദേഹം നടത്തിയ ബൈബിൾ പ്രഭാഷണങ്ങൾ, 32 ബൈബിൾ പ്രഭാഷണങ്ങളുടെ തിരഞ്ഞെടുത്ത പതിപ്പാണ്, പ്രിന്റഡ് രൂപമാണ് ഈ പുസ്തകം. ആദമിനെ അന്വേഷിക്കുന്ന ദൈവത്തെ തിരിച്ചന്വേഷിക്കുന്നതാണ് സതീശന്റെ ബൈബിൾ പ്രഭാഷണങ്ങളുടെ രസവും രഹസ്യവും എന്നാണ് ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയ ഗാന്ധിജി സർവകലാശാല മുൻ വൈസ് ചാൻസലർ സിറിയക് തോമസ് ആമുഖത്തിൽ പറയുന്നത്. ദൈവരാജ്യത്തിന്റെ അനുഭവത്തിലേക്ക് ഓരോ മനുഷ്യനും കടന്നു വരണമെന്നാണ് യേശുക്രിസ്തു എന്നും ആവശ്യപ്പെടുന്നത് എന്നാണ് നിന്റെ രാജ്യം വരയണമേ എന്ന തന്റെ ആദ്യ പ്രഭാഷണത്തിൽ സംഭവ കഥകളും മറ്റും ഉദ്ധരിച്ചുകൊണ്ട് വി.ഡി. സതീശൻ പറയുന്നത്. അദ്ദേഹം ആമുഖത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ബൈബിൾ ഏറെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഞാൻ പഠിച്ചതും വളർന്നതുമെല്ലാം ക്രൈസ്തവ ചുറ്റുപാടുകളിലായിരുന്നു. വായന എൻ്റെ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറിയ കാലം മുതൽ യേശുക്രിസ്തുവിനെക്കുറിച്ച് അറിയാനും വായിക്കാനും കൂടുതൽ സമയം കണ്ടെത്തുക പതിവായിരുന്നു. വിഗ്രഹ ആരാധനയിൽ വിശ്വസിക്കുകയും ഹൈന്ദവ വിശ്വാസിയായി തുടരുകയും ചെയ്യുമ്പോഴും മറ്റു മതങ്ങളെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാനും അതിലെ സാരാംശങ്ങൾ ഉൾക്കൊള്ളാനും എളിയ തോതിൽ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരുന്നു എന്നാണ് ആമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഈ പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ പരന്ന വായനയുടെ വലിയ ഒരു തലം നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. കർദിനാൾ ക്ലെമീസ് കത്തോലിക്ക ബാബ അദ്ദേഹത്തിൻ്റെ വേദപുസ്തക വിജ്ഞാനീയത്തെക്കുറിച്ച് പറഞ്ഞത് അവതാരികയിൽ സിറിയക് തോമസ് ഓർക്കുന്നുണ്ട്. അങ്ങനെ പല കാലഘട്ടത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ബൈബിൾ പ്രഭാഷണങ്ങൾ, അത് ഒരു ഇടർച്ചയുമില്ലാതെയാണ് ആദ്യ പ്രഭാഷണത്തിൽ അദ്ദേഹം ബൈബിൾ ഉദ്ധരിച്ചത്. അത് നൽകിയ ഒരു ആത്മവിശ്വാസമാണ് തുറന്നുള്ള പ്രഭാഷണങ്ങൾ. അത് സഭാപിതാക്കന്മാരോടൊപ്പം തന്നെ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. എന്തായാലും ജീവിതത്തിൽ വീഴാതെ പിന്തിരിഞ്ഞോടാതെ പിടിച്ചു നിൽക്കാനുള്ള ആത്മവിശ്വാസം യേശുക്രിസ്തു എനിക്ക് നൽകിയിട്ടുണ്ട്. നിങ്ങൾ പ്രത്യാശയുള്ളവരായിരിക്കുക എന്നാണ് അദ്ദേഹം ബൈബിൾ വായനയിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ വിജയത്തിൻ്റെ നടുവിൽ നിൽക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ഉയർച്ചയും ഒരുപക്ഷെ ബൈബിൾ നൽകിയ ആത്മവിശ്വാസം